ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ പഞ്ചായത്തിൽ 12-ാം വാർഡിൽ ഉള്ള ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഇത് സ്ഥാപിതമായത് 1986 മാർച്ച് മാസം ആണ്. മാർച്ച് മാസം 29-ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ എൻ സുന്ദർ നാടാർ അവർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ കെ രാമമൂർത്തി IAS ആണ്. അപ്പോൾ ഈ സ്ഥാപനം, ഈ ആയുർവേദ ഡിസ്പെൻസറി ഈ നമ്മുടെ ശാന്തൻപാറ പഞ്ചായത്തിലെ 12-ാം വാർഡായ എസ്റ്റേറ്റ് പൂപ്പാറയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം ഒരു വലിയ കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട്. അങ്ങനെ ഈ എസ്റ്റേറ്റ് പൂപ്പാറയിൽ ഈ സ്ഥാപനം കൊണ്ടുവരുവാൻ വേണ്ടി അക്ഷീണം യത്നിച്ച പ്രിയപ്പെട്ട ശ്രീ സുനിൽകുമാർ KG നമ്മോടൊപ്പം ഉണ്ട്. എസ്റ്റേറ്റ് പൂപ്പാറ നിവാസിയാണ്. ശ്രീ K കരുണാകരൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഏറ്റവും ഒരു നാട് തന്നെ മാളയിൽ അടുത്ത സമീപവാസികളൊക്കെ ആയിരുന്നു. അപ്പം നമ്മോട് ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി സുനിലേട്ടനെടുത്ത റിസ്ക്, കഷ്ടപ്പാട്, അന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K കരുണാകരൻ പറഞ്ഞ വാക്കുകൾ, ഇതൊക്കെ നമുക്ക് സുനിലേട്ടൻ്റെ കയ്യിൽ നിന്ന് ശ്രമിക്കാം. സുനിലേട്ടാ, ഒന്ന് വിശദീകരിക്കാമോ ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവരാൻ പെട്ട കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ? അന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആയുർവേദ മേഖലകളിൽ മറ്റേ ആശുപത്രികളില്ല. അത് ഏറ്റവും കൂടുതലൊക്കെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും കൂടിയാണ് ആദ്യത്തെ ഒരു സംരംഭം ഇത് ചെയ്ത്. പക്ഷേ അവസാനം അവരെല്ലാം പിന്മാറി കഴിഞ്ഞപ്പോൾ പോലും ഞാൻ ആണ് ഇതിൻ്റെ ഫ്രണ്ട് നിന്ന് എൻ്റെ ബഹുമാനപ്പെട്ട ലീഡർ എന്ന് പറയുന്ന ശ്രീ K കരുണാകരൻ ഇപ്പോഴും ലീഡറാണ്. അന്ന് 1986 35 ഹോസ്പിറ്റലുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒന്ന് ഉള്ളതാണ് പൂപ്പാറ ആയുർവേദ ഡിസ്പെൻസറി. ഇപ്പോഴും ബഹുമാനപ്പെട്ട ലീഡറോടും എനിക്ക് ഞാൻ സ്തുതിക്കുന്നു. അവരുടെ മക്കളെന്ന രീതിയിൽ അവർ രണ്ടുപേരോടും ആ കുടുംബമായിട്ടുള്ളതും. പക്ഷേ ആരും അന്ന് ആരോഗ്യവകുപ്പിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ പോലും ആരോഗ്യവകുപ്പിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. ഇനാഗ്രേഷന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയാണ് സുന്ദരൻ നാടാർ, അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി, ഇപ്പം അദ്ദേഹം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചത്. K രാമമൂർത്തി സാർ, അദ്ദേഹമാണ് ജില്ലാ കളക്ടർ. അന്ന് ഉണ്ടായിരുന്ന MLA ആണ് ശ്രീ ജിനദേവൻ, സഖാവ് ജിനദേവൻ. അദ്ദേഹവും മൺമറഞ്ഞു പോയി. എല്ലാവരെയും ആദരപൂർവ്വം ഇത് ചെയ്യുന്നു. ഒരുപടി അന്ന് ഉടുമ്പൻചോല MLA സഖാവ് ജനദേവനാണ്. ജനദേവൻ 86 അന്ന് ജിനദേവൻ സഖാവാണ് അന്നത്തെ ഇവിടുത്തെ MLA. അന്നത്തെ കളക്ടർ രാമമൂർത്തി സാറാണ്. MP ആരാ? അന്നത്തെ MP ഡയറക്ടർ PJ കുര്യൻ സാർ. ഇവരാണ് അന്നത്തെ ഒരു പൊളിറ്റീഷ്യൻസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ പോലും K കരുണാകരൻ്റെ ഇപ്പോഴും ഈ നാമധേയത്തിൽ അറിയപ്പെടുന്നത് ശ്രീ K കരുണാകരൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണത്. അദ്ദേഹത്തിന്റെ സ്ഥാപനം ബഹുമാനപ്പെട്ട അന്ന് ശേഷം വന്ന ബഹുമാനപ്പെട്ട EM അഗസ്തി സാറ് അന്ന് അതിനുശേഷം ജിനദേവനും അദ്ദേഹമാണ് മത്സരം നടക്കുന്നത്. അഗസ്തി സാറ് അന്ന് ജയിക്കുന്നു. അഗസ്തി സാറ് രണ്ടാമത് ജിനദേവനെ തോൽപ്പിച്ചതിന് ശേഷം അഗസ്തി സാറാണ് ഇവിടുത്തെ MLA. ഓക്കെ. അപ്പോൾ ഈ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് വേണ്ടി നിവേദനങ്ങൾ കൊടുത്തിരുന്നു. നിവേദനങ്ങൾ ഒരുപടി കൊടുത്തു. അത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ കിടക്കുന്ന 56 ഏക്കറിൽ ഒരു ആയുർവേദ കോളേജിന് ആദ്യമായി ഇടുക്കി ജില്ലയിലെ ആയുർവേദ കോളേജിന് അനുമതി തന്നത് ശ്രീ K കരുണാകരനാണ്, ലീഡറാണ്. പക്ഷേ അതിനുശേഷം വനംവകുപ്പ് മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് ഇപ്പം മാറി സുധാകരൻ ഉൾപ്പെടെ ഇവിടത്തെ ഇവന് തൊട്ടടുത്ത് നിന്ന് അന്ന് നമ്മുടെ മന്ത്രിയായിരുന്ന MA കുട്ടപ്പൻ. ഈ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പൈനാവില്ല, നമുക്കൊരു ജില്ലയില് ആകെ 3 ലീഡർ അന്ന് K കരുണാകരനെ അനുവദിച്ചിരുന്നു. ആയുർവേദ യൂണിവേഴ്സിറ്റി
ആയുർവേദ കോളേജിൽ ആയുർവേദ യൂണിവേഴ്സിറ്റി, അതിനു വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് 56 ഏക്കർ സ്ഥലം പൂപ്പാറയില് ഈ 56 ഏക്കർ സ്ഥലമാണ് പിന്നീട് ഇപ്പൊ നമ്മള് മറ്റേ ഇതായിട്ട് നമ്മുടെ വിഘടിച്ച 56 കുടുംബത്തിന് കൊടുത്തത്. എവിടെ? ഇവിടെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ആദിവാസി കോളനി. ആയുർവേദ ഗവൺമെന്റ് കോളേജിന് ഹോസ്പിറ്റലിൽ വേണ്ട 56 ഏക്കറായിരുന്നു. ഇത് ഇവിടെ നിന്നാണ് ഇതിന്റെ ചരിത്രം. പക്ഷെ ഈ 56 ഏക്കർ എന്ന് പറഞ്ഞാൽ ലീഡറിന് ഇത് വളരെ നിർബന്ധമായിരുന്നു ആയുർവേദം. അപ്പൊ അതുകൊണ്ട് ശ്രീ കെ കരുണാകരന്റെ എല്ലാവിധ അന്നത്തെ വനം വകുപ്പ് മന്ത്രി ആയിരുന്ന നൂറുദ്ദീൻ സാഹിബ്, KP നൂറുദ്ദീൻ അന്നത്തെ വനം വകുപ്പ് മന്ത്രിയാണ്. പിന്നെ അതിനുശേഷം ആണ് കടവൂർ ശിവദാസൻ സാറ് വനം വകുപ്പ് മന്ത്രിയും ഇതുമായിട്ട് വരുന്നത്. അവരൊക്കെ ഞാൻ ഇപ്പം സ്മരിക്കുന്നു. പക്ഷേ ഈ സ്ഥാപനം ഇവിടെ ലീഡറിന്റെ പേരിൽ തന്നെ, കെ കരുണാകരന്റെ പേരിൽ തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒത്തിരി പരിശ്രമിച്ചിരുന്നു, എന്നെ സഹായിച്ചിരുന്നു. സുനിലേട്ടന് ആ കാലത്തൊക്കെ ലീഡറുമായിട്ട് നേരിട്ട് വ്യക്തിബന്ധം? ഞാൻ ലീഡറുമായിട്ട് വ്യക്തിബന്ധം ഒരുപടി നല്ല ബന്ധമാണ്. ഞാൻ കെ കരുണാകരന്റെ, ഞാന് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, പാർട്ടിക്കകത്ത് അന്നൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും ഞാനൊക്കെ അന്ന് നിന്നത് ഈ രമേശ് ചെന്നിത്തല ആദ്യമായി മത്സരിക്കുന്നത് കോട്ടയത്തേക്ക് പോകുമ്പോൾ ആദ്യ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ പൂപ്പാറ മറ്റേ സ്കൂളിന്റെ ഇനാഗ്രേഷന് എൻ്റെ അടുത്ത് വരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. അദ്ദേഹമാണ് തീരെ ചെറുപ്പത്തിലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാവുന്നു. ലീഡറിന്റെ കൂടെ ഞാനുമുണ്ട്. അന്ന് ഒരു 2-3 ഇഡ്ഡലി എടുത്ത് ഞങ്ങൾ കഴിക്കുമ്പോൾ അതിനൊരു ഇതും കൂടെ തരുന്നതാണ്. അതാണ് രമേശും ഞാനായിട്ടുള്ളൊരു, ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന നല്ല ബന്ധം. അദ്ദേഹമൊക്കെ സ്കൂൾ എന്ന് പറയുമ്പോൾ പൂപ്പാറ LP സ്കൂൾ അത് ഇനാഗ്രേറ്റ് ചെയ്തത് രമേശ് ചെന്നിത്തല, ഗ്രാമവികസന വകുപ്പ് മന്ത്രി. അത് ഏതാ വർഷം? 1986 തന്നെ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം, ഞാനും ഈ പറയുന്ന PJ കുര്യൻ സാറ്, അന്ന് MP. രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് എത്ര വയസ്സുണ്ടാവും? അന്നത്തെ വയസ്സെന്ന് പറഞ്ഞാല് ചെറുപ്പമാണ്. അന്ന് ഞാന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിലേക്ക് വന്ന് അദ്ദേഹം ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാണ്. ചെറുപ്പത്തില് ലീഡർ തന്നെയാണ്. കെ കരുണാകരനാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് ശാന്തൻപാറ പഞ്ചായത്തിന് LP സ്കൂൾ അനുവദിച്ചത്. അതെ. രമേശ് ചെന്നിത്തല രമേശ് ഇനാഗ്രേഷൻ ഉദ്ഘാടനം. അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരൻ. അന്നത്തെ MP നമ്മുടെ PJ കുര്യൻ സാർ. അപ്പോൾ ഈ ശാന്തൻപാറ പഞ്ചായത്തില് പറയുന്ന ഒരു LP സ്കൂൾ വേണമെന്നൊക്കെ ഒരു ആവശ്യം അത് ഉന്നയിക്കപ്പെട്ടത് ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അന്ന് നേതൃത്വം കൊടുത്തതൊക്കെ ആരായിരുന്നു? LP സ്കൂൾ വേണമെന്ന്. LP സ്കൂളും അന്നത്തൊക്കെ നമ്മൾ മൺമറഞ്ഞു പോയ നമ്മുടെ ഓമന ടീച്ചർ, ഹെഡ് മാസ്റ്റർ ഓമന ടീച്ചർ, അന്നുണ്ടായിരുന്നൊരു ജോസഫ് സാറ്, ഒരു കുര്യൻ സാറ്, ഇപ്പൊ ഉള്ളത് നമ്മുടെ ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹർഷന്റെ അമ്മ, രോഹിണി ടീച്ചർ, ഇവരുടെയൊക്കെ ആണ് നിർദ്ദേശം. പക്ഷെ നമുക്ക് അതൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നീട് പറ്റിയില്ല. അത് ഇപ്പൊ നിലവില് ഗവൺമെന്റ് കോളേജ് എന്ന രീതിയിൽ കൊണ്ട് കൊടുത്തു. എങ്കിലും അതിനും ഈ പറയുന്ന ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് അത് ഉയരാൻ പറ്റിയിട്ടില്ല. അതിനും നമുക്കൊരു ഖേദമുണ്ട്. എന്താണെങ്കിലും ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറോട് ഒരു പ്രത്യേകതയുണ്ട്. ഏത് സ്ഥാപനവും പൂപ്പാറയ്ക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെൻ്റെ ഒരു അറിയില്ല, പൂപ്പാറയുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ്. ഓക്കെ. ഈ പൂപ്പാറ ഗവൺമെന്റ് സ്കൂളൊന്ന് ആരംഭിക്കുമ്പോൾ ഈ പ്രദേശത്ത് വേറെ സ്കൂളുകളൊന്നുമില്ല. അന്ന് ഒരു സ്കൂളും ഇല്ല. അന്ന് ആകെ ഉള്ളത് ശാന്തൻപാറയിലുള്ളൊരു സ്കൂള് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് ശേഷമാണോ മുരുക്കൻതൊട്ടിയിലൊക്കെ ഉള്ള ഇതൊക്കെ വന്നത്. രാജകുമാരി നോർത്ത് നമ്മൾ പറയാം നോർത്തില് സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്. ഹൈസ്കൂൾ ആയിട്ടില്ല. ഈ 2 സ്കൂളേ ഉള്ളൂ. ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും പൂപ്പാറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, പൂപ്പാറ സ്കൂള്, 2 സ്ഥാപനങ്ങൾ ചരിത്രങ്ങൾ ഇനിയും അനേകമുണ്ട്. സുനിലേട്ടാ, മറ്റൊരു ദിവസം ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് ചരിത്രങ്ങൾ ഇനിയും പറയണം.
പറയാം. ഇനിയും മറ്റൊരു സ്ഥാപനത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ.